ഈ സാരിയൊക്കെ ചുറ്റി അണിഞ്ഞൊരുങ്ങി ഇത്ര സന്തോഷത്തോടെ ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ എന്റെ ആദ്യത്തെ കോണ്ടന്റ് ക്രിയേറ്റർ മീറ്റപ്പിലേക്ക്. ആദ്യമായിട്ടായിരുന്നു എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടാവുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റോ സന്തോഷമോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അത്രയും ഹാപ്പി ആയിരുന്നു അന്നത്തെ ദിവസം. തൃശ്ശൂർ ഉല്ലൂർ വെച്ചായിരുന്നു ഈ മീറ്റപ്പ് കണ്ടക്ട് ചെയ്തത്. ആക്ച്വലി ഈ മീറ്റപ്പ് കണ്ടക്ട് ചെയ്തത് ഭവ്യ അനൂപ് ചേച്ചിയായിരുന്നു കേട്ടോ. എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്റെ മനസ്സിൽ വല്ലാത്തൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അവിടെ വരാൻ പോകുന്നത് ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെ ആയിരിക്കുമല്ലോ, അവരൊക്കെ ഭയങ്കര ജാടയായിരിക്കുമല്ലോ, ഭയങ്കര സ്റ്റൈലിഷ് ആയിരിക്കുമല്ലോ. അതിനിടയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും, നമുക്ക് ആരെങ്കിലും ഉണ്ടാവുമോ കൂട്ട്, അങ്ങനെ ഒത്തിരി കൺസേൺസ് എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. വെറുതെ ഞാൻ ഇത്രയും നേരം പേടിച്ചതാ, അല്ലാതെ ഒരു കാര്യം ഉണ്ടായില്ല. ബിക്കോസ് അവിടെ ഞാൻ കണ്ടത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഭയങ്കര സ്നേഹമുള്ള കുറെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ആയിരുന്നു. ഒരാൾക്ക് പോലും ആദ്യമായിട്ട് കാണുകയാണെന്നുള്ള ഒരു പരിചയക്കേടോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും എത്രയോ നാളുകളായിട്ട് ഫ്രണ്ട്സ് ആണെന്നുള്ള പോലെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ കുറെ തമാശ പറഞ്ഞു, വിശേഷങ്ങൾ പറഞ്ഞു. എത്ര പെട്ടെന്നാണ് ഞങ്ങൾ എല്ലാവരും കൂട്ടായെന്ന് എനിക്ക് തന്നെ അറിയില്ല. സത്യത്തിൽ ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് ഭവ്യ ചേച്ചിക്കാണ്. കാരണം ചേച്ചി ഇങ്ങനെ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഇത്ര നല്ല ഫ്രണ്ട്സിനെ പ്രതീക്ഷിക്കാതെ കിട്ടത്തില്ലായിരുന്നല്ലോ. മീറ്റപ്പ് എന്ന് പറഞ്ഞപ്പോൾ എന്റെ വിചാരം ജസ്റ്റ് നമ്മളെല്ലാവരും വരുന്നു, കാണുന്നു, മിണ്ടുന്നു, എന്നിട്ട് പിരിയുന്നു എന്നായിരുന്നു കേട്ടോ. പക്ഷെ ഭവ്യേച്ചി ഇത് വേറെ ലെവലിലേക്ക് എത്തിച്ചു. കുറെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, പിന്നെ നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിരുന്നു, പിന്നെ ചേച്ചി നമുക്ക് എല്ലാവർക്കും ഓണക്കോടിയും തന്നു കേട്ടോ. ടോട്ടലി വല്ലാതെ മനസ്സ് നിറഞ്ഞൊരു ദിവസമായിരുന്നു അന്ന്. അങ്ങനെ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും സമ്മാനിച്ച ഭവ്യ ചേച്ചിക്ക് ഒത്തിരി താങ്ക്സ്.